വലിയ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുള്ള ഒരു വീഡിയോ ആണ് ഇതല്ലേ. പഠനങ്ങൾ പറയുന്നത് നല്ല സിബ്ലിംഗ് ബോണ്ടുള്ള കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം കുറവായിരിക്കും. കുട്ടികൾ തമ്മിലുള്ള ബോണ്ട് വർദ്ധിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാനാകും? ആദ്യം തന്നെ താരതമ്യം ചെയ്യരുത്. ചേച്ചിയെ പോലെ പഠിക്കണം, അനീൻ എത്ര നല്ല കുട്ടിയാണ്. ഇത്തരത്തിലുള്ള താരതമ്യങ്ങൾ കുട്ടികളിൽ മത്സരബുദ്ധിയും അസൂയയും വളർത്തിയേക്കാം. പകരം നിനക്കുള്ള കഴിവ് വേറെയാണ് എന്ന് പറയുക. ഇത് കുട്ടികളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ സഹായിക്കും. ഓരോ കുട്ടിയുമായി പ്രത്യേകം സമയം ചെലവഴിക്കുക. മാതാപിതാക്കളുടെ മുഴുവൻ ശ്രദ്ധയും ഒരു കുട്ടിയിൽ മാത്രമായാൽ അടുത്ത കുട്ടിക്ക് അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ്. കുട്ടികൾക്ക് ഒരുമിച്ച് കളിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക. ഇത് ബ്രെയിനിലെ ബോണ്ടിംഗ് ഹോർമോൺസ് വർദ്ധിപ്പിക്കുന്നു. വലിയ കുട്ടിയെ ചെറിയ കുട്ടിയുടെ മാതാപിതാവാക്കരുത്. നീയല്ലേ ചേച്ചി, നീ അത് സഹിച്ചോളൂ എന്ന് കുട്ടിയോട് പറയരുത്. ഇത് കുട്ടികളിൽ അനാവശ്യ സമ്മർദ്ദമാണ് കൊടുക്കുന്നത്. സഹായിക്കാൻ പഠിപ്പിക്കാം, പക്ഷേ മാതാപിതാവിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത്. വഴക്കുണ്ടായാൽ ഒരാളെ മാത്രം ശകാരിക്കരുത്. രണ്ടുപേരുടെയും ഭാഗം കേൾക്കുക. ഇത് കുട്ടികളുടെ പ്രശ്നപരിഹാര ശേഷിയും വൈകാരിക നിയന്ത്രണവും കൂട്ടുന്നു. ഒരുമിച്ച് ആഘോഷിക്കാനുള്ള കുടുംബ രീതികൾ ഉണ്ടാക്കുക. ഒരുമിച്ച് ബർത്ത്ഡേ കാർഡ്സ് ഉണ്ടാക്കുക, ഫാമിലി ഫോട്ടോസ് എടുക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഫാമിലി ഗെയിം നൈറ്റ് പ്ലാൻ ചെയ്യുക. അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ പഠിപ്പിക്കുക. താങ്ക് യു, സോറി, ലവ് യു എന്നൊക്കെ പറയാൻ കുട്ടികളെ പഠിപ്പിക്കാം.